ഹേ ഗായ്സ്, നിങ്ങളിപ്പോൾ കാണുന്ന റീൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്തത് എന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ റീൽ കണ്ടല്ലോ. റീൽ എങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഹൊറിസോണ്ടലി ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇത് വെർട്ടിക്കലും ഷൂട്ട് ചെയ്യാം, പക്ഷെ ഇത്ര ആൾക്കാരെ കൊള്ളൂല എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് നോർമൽ ക്ലിപ്പാണ്, ഒരു 1.3 സെക്കൻഡ് ക്ലിപ്പ്. ഇതിൻ്റെ ഒക്കെ സൗണ്ട് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോർമൽ ക്ലിപ്പ്. എന്നിട്ട് നേരെ നമ്മൾ സ്ലോ മോഷനിലോട്ടാണ് പോകുന്നത്. 0.3x സ്ലോ മോഷനാണ് ഇത്. നമ്മൾ 2.2 സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്. ആ ക്ലിപ്പ് നേരെ കഴിഞ്ഞിട്ട് ഒരു ട്രാൻസിഷൻ ഉണ്ട്, ഒരു ഫിലിം ബേൺ ട്രാൻസിഷനാണ്. എന്നിട്ട് ഇവിടെ കസ്റ്റം സ്ലോ മോഷനാണ്, അതായത് സ്പീഡ് നിങ്ങൾ നിന്നിട്ട് സ്ലോ മോഷനാണ്. അതിൻ്റെ ഇത് കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കോപ്പി ചെയ്യുകയാണെങ്കിൽ 2 സെക്കൻഡുള്ള വീഡിയോ 4.8 സെക്കൻഡായി കിട്ടും. അതിങ്ങനെ കുറച്ചൊരു ചെറിയ സൂമിങ് വരുന്നുണ്ട്, കീ ഫ്രെയിം 2 ഭാഗത്തുണ്ട്, ചെറിയ സൂമിങ്. എന്നിട്ട് പിന്നെ ഒരു കസ്റ്റം സ്പീഡ് കർവാണ് കാണാം. 2.2 സെക്കൻഡ് 5.8 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. സ്പീഡിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ രണ്ട് ക്ലിപ്പ് മാത്രമേ ഉള്ളൂ കസ്റ്റം സ്പീഡായിട്ട്. അപ്പോൾ പിന്നെ വീഡിയോ അവസാനിപ്പിച്ച്. ഓക്കെ, ഇതിലിപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ടെക്സ്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്തേ അല്ലെങ്കിൽ എഫക്ട്സ് എങ്ങനെ ചേർത്തതെന്ന് കൊണ്ട് നോക്കാം. ഓക്കെ, നമ്മളിവിടെ ഫിൽറ്റർ ചേർത്തിട്ടുണ്ട്. ബാഡ് ബണ്ണി എന്നുള്ള ഫിൽറ്ററും നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാഡ് ബണ്ണി നമ്മൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരാൻ സഹായിക്കുന്ന ഒരു ഫിൽറ്ററാണ്. എന്നിട്ട് നേരെ കീ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഇവിടെ, അതായത് മാസ്കിങ് ചെയ്യാൻ വേണ്ടി ഫ്രെയിം ഒന്ന് ചെറിയതായിട്ട് ഒരു സിനിമാറ്റിക് ബാർ കൊണ്ടുവരാൻ വേണ്ടിയാണ് ചെറിയൊരു ഇത്. എന്നിട്ട് അവിടെ ഉപയോഗിച്ച് എഫക്റ്റ് ചെയ്താന്ന് വെച്ചാൽ ഷെയ്ക്കും ഒബ്ലിക്കുമാണ്. ഇത് ഷെയ്ക്ക്, ഇത് ഒബ്ലിക്ക്. ഓക്കെ, അപ്പോൾ ആ ഫിലിം ബേണിൻ്റെ കൂടെ ഷെയ്ക്കും ഒബ്ലിക്കും കൂടി വരുമ്പോൾ ഒരു സിനിമാറ്റിക് ലുക്ക് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു സൗണ്ട് എഫക്ട്സും കൂടി ഉണ്ടെങ്കിൽ റെഡി ആയിരിക്കും, പക്ഷേ എൻ്റെ ആ സമയത്ത് സൗണ്ട് എഫക്ട്സ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വൂസ്റ്റ് എന്നുള്ള സൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൗണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതേ ഉള്ളൂ ഈ ഒരു ഇതിൽ എഫക്ട്സ് ആയിട്ട് ഈ ഒരു എഫക്ട്സ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം. ടെക്സ്റ്റ് അതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് മലയാളം രതീഷ്.in എന്നുള്ള സൈറ്റിലൂടെ മലയാളം അടിച്ചു കൊടുത്തിട്ട് ഒരു കോഡ് തരും. ആ കോഡ് അടിച്ചിട്ട് എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 10+ മലയാളം ഫോൺസ്. അപ്പം ആ ഫോണ്ട് ഉപയോഗിച്ച് ഞാൻ ഇതിങ്ങനെ മാറ്റിയെടുത്തതാണ്. ഇത് നിങ്ങൾക്ക് എഫക്ട്സ് ആനിമേഷൻ ഏത് വേണമെങ്കിൽ കൊടുക്കുക. ഞാൻ ഇങ്ങനെ ഒരു ലൈറ്റ് സേബർ ഇങ്ങനെ പോണ ഒരു എഫക്ട്സാണ് കൊടുത്തത്. അപ്പോൾ ആ വരികൾക്ക് അനുസരിച്ച് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ചെറിയൊരു മാഞ്ഞോൺ എഫക്റ്റ് ആ സമയം തന്നെ വേറെ ഒന്ന് വരിക. ചെറിയ മാഞ്ഞോൺ എഫക്റ്റ് സമയം തന്നെ മറ്റേ വരിക. ഒക്കെ പാട്ടിനനുസരിച്ചുള്ളത് പോലെ പാട്ടിന് മുന്നേ 1 സെക്കൻഡ് മുമ്പ് ടെക്സ്റ്റ് വന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എൻഡ് ചെയ്യാൻ കഴിയും. ലാസ്റ്റ് ഒരു ഫെയ്ഡ് ഔട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊരു കീ ഫ്രെയിം കൊടുത്ത് ഓപ്പോസിറ്റ് കുറച്ചിട്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞതാണ് ഏത് എഫക്ട്സ് മനസ്സിലാവാത്തെന്നുള്ളത്. അപ്പം ഇതുപോലത്തെ കുറേ ട്യൂട്ടോറിയൽ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ബി-റോൾ ഷൂട്ട് ചെയ്യാന്നുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബി-റോൾ ഷൂട്ട് ചെയ്യാൻ പഠിക്കുക ഫസ്റ്റ് തന്നെ. അപ്പോൾ നിങ്ങൾ കോളേജിലും സ്കൂളിലൊക്കെ പോയിട്ട് നല്ല ഷൂട്ടിംഗ് എക്സ്പീരിയൻസും കിട്ടും. പിന്നെ ചാനലിൽ കയറി നോക്കുക, നല്ല വീഡിയോസ് കിടക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.